ഉലുവ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേദിവസം വൈകിട്ടിട്ട് വെച്ചിരുന്നതാണേ. അത് ഒരു കുഞ്ഞ് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉലുവയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയും മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരു 2 സ്പൂണ് കർഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറി ലെമണാണ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. ലെമൺ താരം പോകാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ്. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഹെയർ പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഉലുവയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ടാകും കേട്ടോ. അതിന് നിങ്ങൾ ഒരു താളി യൂസ് ചെയ്ത് കഴുകുവാണെങ്കിൽ നല്ലതായിരിക്കും. ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടും. താളി കിട്ടാത്തവരാണെങ്കിൽ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. താളി യൂസ് ചെയ്തിട്ട് തന്നെയാണ് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ താളി ഇട്ട് കഴുകാനായിട്ട് താളി പറിക്കാൻ പോകുക കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചെമ്പരത്തിയിലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താളി ഇട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയില പറിക്കാൻ പോകാം. ചെമ്പരത്തിയില ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും താളി ഉണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താളി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അറിയാവുന്നത് കൊണ്ട് വേണ്ടിയിരുന്നില്ല എന്നുള്ള കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെ ഒരുപാട് ലെങ്ത് ആയിപ്പോയി എന്നൊക്കെയുള്ള കമൻറ്റ് വന്നു കഴിഞ്ഞാലൊന്ന് വിചാരിച്ച് ഞാൻ കാണിക്കാത്തത്. വേണമെങ്കിൽ എന്നോട് പറയൂ, ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.